ചാറ്റ് ജിപിടിക്ക് വരെ നമ്മുടെ ഐഡിയാസ് അങ്ങോട്ട് കിട്ടുന്നില്ല. UK അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് ജീവിക്കാൻ കുറച്ച് നാളായേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കിട്ടിയ ചാൻസിൽ UK പൗരത്വം സ്വീകരിക്കാണ്. അതിനാണ് പുള്ളിക്കാരനോട് ഒരു വോയിസ് ഓവർ വെച്ച് നമുക്കൊരു UK സിറ്റിസൺഷിപ്പ് കഥ കേൾക്കാം. പണ്ട് UK ഒരു ജമൈക്കൻ മനുഷ്യൻ സിറ്റിസൺഷിപ്പ് എടുത്ത കഥയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കളയാനായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ജമൈക്കൻ മനുഷ്യനോട് UK ഗവൺമെൻറ് അന്ന് ചോദിച്ചത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അന്ന് ഗവൺമെൻറ് ചോദിച്ചത് നിങ്ങൾ സിവിലൈസ്ഡ് ആണോ എന്നാണ്. സിവിലൈസ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ UK രാജ്യവുമായി എത്രത്തോളം മെർജ് ചെയ്ത് ജീവിക്കും. അതിനുവേണ്ടി പുള്ളിക്കാരൻ അടിപൊളി മാറിയില്ല കേട്ടെ. അതായത് പുള്ളിയുടെ ശീലങ്ങളും പുള്ളിയുടെ ഡ്രസ്സിങ്ങും എല്ലാം കൺസിഡർ ചെയ്തായിരുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം UK നടക്കുന്ന പല പ്രശ്നങ്ങളുടെ മൂല കാരണം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ രാജ്യങ്ങളെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എന്തിന് ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞേക്കാം. നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പല സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ അവരുടെ ആഘോഷങ്ങളും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും